ഞാൻ പറഞ്ഞില്ലേ, ഇതിന് അർഹതപ്പെട്ടവൻ വേറെയാണ്. അവൻ തിരിച്ചു വന്നിരിക്കുന്നു. മനസ്സിലായില്ല. നിയോഗിക്കപ്പെട്ടവൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം നിങ്ങളുടെ സഹോദരനാണ്. നിങ്ങൾക്കും അവനോടൊപ്പം നിന്ന് അനുഭവിക്കാം. അത്രേ ഉള്ളൂ. അതിന് ഞാൻ അവനെ നാട് കടത്തിയില്ലേ? അയാൾ പോയിട്ടില്ല, തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളുടെ അനുജൻ പ്രതാപവർമ്മ സൂര്യമംഗലത്ത് തിരിച്ചെത്തി. എന്താ പ്രതാപ, എന്തു പറ്റി? ഞാൻ പോയില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒത്തിരി ആലോചിച്ചു. ട്രെയിനുകൾ പലതും കടന്നുപോയപ്പോ ഞാൻ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. പോകണോ വേണ്ടയോ എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചു. എന്നെ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് മഹാദേവവർമ്മ സാറാ. എന്റെ ഗുരുവും ആദർശ പുരുഷനും, എന്തിനു പറയുന്നു ഗാർഡിയൻ വരെ വർമ്മ സാറാ. സാറിനെ മറന്ന് സ്വന്തം താല്പര്യം മാത്രം നോക്കിപ്പോയ അതൊരു വലിയ നന്ദികേടാവുമെന്ന് എനിക്ക് തോന്നി. നന്ദികേടിനേക്കാൾ വലിയൊരു മഹാപാപം ഇല്ല. സാറിനോട് ആ പാപം ചെയ്ത ദൈവം പോലും പൊറുക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ ഞാൻ എന്റെ തീരുമാനം മാറ്റിയത്. സാറിനോട് ചോദിക്കാതെ പോകാൻ തീരുമാനിച്ച കുറ്റത്തിന് സാർ എനിക്ക് മാപ്പ് തരണം. എന്താ പ്രതാപ ഇത്? നീ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവനവന്റെ കരിയർ തെരഞ്ഞെടുക്കാൻ അവനവന് തന്നെ അവകാശമുണ്ട്. അതേ നീ ആലോചിച്ചുള്ളൂ. അതിലിപ്പോ എന്താ ഇത്ര തെറ്റ്? ഒരു സുപ്രഭാതത്തിൽ നീ എല്ലാം മറന്ന് ബാഗും എടുത്ത് ജോലി തേടി പോകുന്നത് കണ്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. ഇവിടെ ജോലികളൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ നീ പോകുന്നത്. ഇനി എന്നോടൊപ്പം നിൽക്കാൻ നിനക്ക് താല്പര്യമില്ലേന്ന് വരെ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. അയ്യോ സാർ, അങ്ങനെയല്ല. സാറിനെ ഞാനായിട്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്നൊരു തോന്നല എനിക്കുണ്ടായത്. എനിക്കെന്ത് ബുദ്ധിമുട്ട്? നീ എനിക്കൊപ്പം ഉള്ളത് എനിക്കൊരു അനുഗ്രഹവും ഉപകാരമല്ലേ? അല്ലേ വേണു? അല്ലേ ജഗ? തീർച്ചയായും മഹാദേവ വർമ്മ സാറിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പ്രതാപൻ. അതിപ്പോ രാഷ്ട്രീയ ജീവിതത്തിലായാലും നിത്യജീവിതത്തിലായാലും സാറിനെ മറന്ന് പ്രതാപൻ പോകാൻ തീരുമാനിച്ചത് ഒട്ടും ശരിയായില്ല. ആ തീരുമാനം പ്രതാപൻ പെട്ടെന്ന് മാറ്റിയില്ലോ. പ്രതാപ, നിനക്ക് നിന്റെ കഴിവിനെ കുറിച്ച് ശരിയായൊരു ബോധ്യമില്ലാഞ്ഞിട്ടാ. നിനക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവി ഞാൻ കാണുന്നു. എന്റെ ഈ വാക്ക് വെറും വാക്കല്ല. എന്റെ ചെരുപ്പ് മുഴുവൻ അഴുക്കായി. ഒന്ന് കഴുകിത്തരാവോ? അതെന്താ? ഇവിടെ വലിയ കാര്യമാണ് പ്രതാപേട്ടന്. മനസ്സിലാക്കട്ടെ, എനിക്കത് അനുകൂലമാവും.
സാറിനെ ക്ഷമിക്കണം. പത്മ കാണിച്ച ഈ മര്യാദ കേട്ടിന് ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുന്നു. അതൊന്നും സാരമില്ല ടീച്ചർ. പത്മ ചെറുപ്പം മുതലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇമ്മാതിരി കുറുമ്പും വാശിയൊക്കെ. ഹ, അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. ഞാൻ അതൊക്കെ പത്മയുടെ ഓരോ കുസൃതികളായിട്ടേ കണക്കിലെടുത്തിട്ടുള്ളൂ. ഇതൊക്കെ ഓരോ ബാല്യ ചാപല്യങ്ങൾ. ഞാൻ ഇതൊക്കെ ആസ്വദിക്കാറേ ഉള്ളൂ. എന്തൊക്കെയായാലും പത്മാവതി എന്റെയും കൊച്ചു തമ്പുരാട്ടിയല്ലേ. ആ ശരി. സാർ പോവല്ലേ, ഒരു 2 മിനിറ്റ് വണ്ടി എടുക്കല്ലേ. പത്മേ ഒന്നിങ്ങ് വന്നേ. എന്താ ടീച്ചറെ? എനിക്കൊരു കാര്യം പത്മയോട് പറയാനുണ്ട്. പത്മയ്ക്ക് എന്നോടൊന്നും തോന്നരുത്. ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹാദേവവർമ്മ സാറിന്റെ മോളാണ് പത്മാവതി. സാറിനോടുള്ള അതേ ബഹുമാനവും സ്നേഹവും പത്മയോട് ഞങ്ങൾക്കുണ്ട്. ടീച്ചർ പറഞ്ഞു വരുന്നത്? പത്മ ഇപ്പൊ പ്രതാപൻ സാറിനോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല. പത്മ വളരെ വളരെ ചെറുതാവുകയും പ്രതാപൻ സാർ വളരെ ഉയരങ്ങളിലേക്ക് കയറുകയും ചെയ്തു ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട്. എന്ത് വിദ്യാഭ്യാസമുള്ള ആളാ പ്രതാപൻ സാറ്. അതിലുപരി ആ ചെറുപ്പക്കാരന്റെ വ്യക്തിത്വം. നാട്ടുകാർക്കൊക്കെ എന്ത് ജീവനാണ് അദ്ദേഹത്തെ. ആ ചെറുപ്പക്കാരനെയാ പത്മ ഇപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയത്. അതൊട്ടും ശരിയായില്ല. ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾക്ക് എവിടെ പോയാലും ജോലി കിട്ടും. ആ ജോലിക്ക് പോകാതെ അയാള് തിരികെ വന്നത് നിങ്ങളുടെ വീട്ടിലെ ശാപ്പാടടിക്കാനല്ല.